ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മൾ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന സ്ഥലത്ത് പൂക്കോട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എത്തി നിൽക്കുകയാണ്. ഓണകാലമാണ്, എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ നമുക്കിന്ന് മറ്റൊരു കഥയാണ് പറയാനുള്ളത്. അതായത് ഒരു മാതൃകാ പുരുഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ, ലോകത്തിന് തന്നെ ഒരു മാതൃകയായ ഒരു പുരുഷൻ. അദ്ദേഹം തൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു കഥയാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി നിൽക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഗിരീഷ് ചേട്ടൻ. ഗിരീഷ് ജി, നമസ്കാരം. നമസ്കാരം. ഇതാണ് നമ്മുടെ സംരംഭം അല്ലേ? അതെ അതെ അതെ. ഓക്കെ. ഈ സംരംഭത്തിലേക്ക് എത്താനെ കൊണ്ട് ഒരുപാട് കഥകളുണ്ടെന്നുണ്ട് ഇതിന്റെ പിന്നിൽ അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് തീർച്ചയായിട്ടും അറിയണം. അതിനു മുമ്പ് ചേച്ചിയെ കൂടെ ഒന്ന് കാണണ്ടേ? അതെ അതെ. ഹായ്, നമസ്കാരം. എഴുന്നേക്കാൻ പറ്റുമോ? ഇരിക്കാമല്ലോ അല്ലേ? ഇരിക്കാം. ഒത്തിരി നേരം പറ്റത്തില്ല. ഈ ബാക്ക് സൈഡിൽ ബെഡ് സോർ ഉള്ളതുകൊണ്ട് 2 മുറിവുണ്ട് ബാക്ക് സൈഡിൽ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കാനൊക്കത്തില്ല. ഇരുന്ന് കഴിയുമ്പോൾ ഇതൊന്ന് ചൂടാകും. അതുകൊണ്ടാണ് അത് കരിഞ്ഞാലേ ഇനി ഒരു ഫിസിയോതെറാപ്പി പോലും നമുക്ക് പറ്റത്തുള്ളൂ. ആ മുറിവ് കരിയണം. ഏതാ അപ്പം അതിന്റെ മരുന്ന് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു. 4 വർഷമായ മുറിവ് അല്ലേ? ഇപ്പൊ ഈ ആക്സിഡന്റ് നടന്നിട്ട് ഇപ്പൊ 4 കഴിഞ്ഞ് ഇന്നാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. പരിയാരം അവിടെ വീടുണ്ടല്ലോ ഏലന്തൂര്. അപ്പൊ അവിട്ടത്തിന് കോഴഞ്ചേരിലൊക്കെ പോയി തുണി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്ന വഴിയാ. പരിയാരത്ത് വെച്ചാ ആക്സിഡന്റ്. ഇന്ന് 4 വർഷം തികഞ്ഞു. 5ാമത്തെ വർഷമാണ്. അല്ലല്ല, ഞങ്ങള് കോഴഞ്ചേരി വരെ പോയി അമ്മയ്ക്കൊക്കെ തുണി വാങ്ങിക്കാനായിട്ട് പോയതാ. അപ്പൊ തിരിച്ചു വന്ന് ഞങ്ങള് പരിയാരത്തോട് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഈ ആക്സിഡന്റ് നടക്കത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് ചേച്ചിയുടെ പിള്ളേരാണ്, അപ്പൊ അവർക്ക് നമുക്ക് എന്തെങ്കിലും അനുപമയെന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതാ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കയറുകയും പുറകുന്ന ഒരു കാറ് വന്ന് തട്ടുമായിരുന്നു. അപ്പൊ തന്നെ കൊച്ചു തെറിച്ചു പോയി. അപ്പം അന്നേരം തന്നെ ഈ കാലനക്കാൻ മേലാതെ നട്ടല് സ്പൈനൽ കോഡ് L1 L2 അല്ലേ? L1 L2. കേസ് കാര്യങ്ങൾ എന്തെങ്കിലും? കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു നമ്മുടെ XML ശിവദാസ് നായർ സാറാണ് കേസ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണുഗോപാൽ സാർ, വേറെ ഒരാൾ കൂടെ. അപ്പൊ ഈ കാറിന്റെ ആൾക്കാരുമായി ഉടമയായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുകയോ? ഇല്ല. അവരന്ന് വന്ന് ആശുപത്രി വന്ന് അവരുടെ വണ്ടിയിലാണ് നമ്മൾ പോയത്. അവിടെ ചെന്ന് എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പം സ്പൈനൽ കോഡ്. അന്നേരം തന്നെ നമ്മള് കോട്ടയത്തിറങ്ങി പോയി. കോട്ടയത്ത് പോയി അന്നൊരു 10-18 ദിവസം അവിടെ കിടക്കേണ്ടി വന്നു. അങ്ങനെ 22 അന്ന് അങ്ങനെ ഒറ്റ കിടപ്പ് കിടന്നപ്പോഴാണ് ഈ ബാക്ക് സൈഡ് പൊട്ടിയത്. പിന്നെ അതുവരെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല. നേരെ മറിച്ച് നമ്മൾ ആ പോക്ക് പുഷ്പഗിരിയിലോ അല്ല അങ്ങോട്ട് പോയിരുന്ന അന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റിയാണ്. പിന്നെ ഈ മുറിവ് കണ്ടവാനം പഴുത്ത് പിന്നെ അത് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. ആ മുറിവ് അത് പിന്നെ കരിയാനായിട്ട് തിരിച്ച് വീണ്ടും പത്തനംതിട്ട വന്നു. ഒരു 5.5 മാസം ആ മുറിവ് കരിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങള് കോട്ടയത്തിന് പോയാണ് ഇപ്പുറത്തിപ്പം കമ്പി ഇട്ടിരിക്കുന്നത്. അത് ആ കമ്പി ഇട്ടതിന് ശേഷമാണ് എഴുന്നേറ്റിരിക്കുന്നത്. പിന്നെ എന്നാലും നമ്മളിങ്ങനെ കാലെ തൊട്ടാ അറിയത്തില്ല, അരയ്ക്ക് താഴോട്ടെ അറിയത്തില്ല. അറിയാവോ? ചില സമയങ്ങളിൽ മാത്രം. അത് തന്നെ ഭയങ്കര തണുപ്പാ കാലിന്, ഫുൾ ടൈം തണുപ്പാ. അതാണ് ഈ വാതിലൊക്കെ ഇങ്ങനെ അടച്ചിട്ട്. പിന്നെ ഈ മുറിവ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫിസിയോതെറാപ്പി. ആ സമയത്ത് നമ്മൾ ഇത്രയും ഈ ഒരു ക്രിട്ടിക്കൽ ആവുന്നുള്ളത് നമ്മൾ ചിന്തിച്ചില്ല. അതെ, നമുക്ക് അറിയത്തില്ലായിരുന്നു. വീണ്ടും പത്തനംതിട്ട വന്ന് കുറെ നാൾ കിടന്നു. അവിടെ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ എഴുന്നേറ്റ് നിന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കമ്പി കാലിന്റെ സഹായത്തോടെ ഇത് തൊടവരെയുള്ള. അപ്പൊ അതിന്റെ എൻഡ് കൊണ്ടാണ് ഈ മുറിവ് ഉണ്ടായത് 2 സൈഡിലും. അതാണ് ഇപ്പം വലിയൊരു അത് കുഴി പോലെ ആയിപ്പോയി. ഇനിയിപ്പം അകത്തുനിന്ന് ദശ കിളുത്ത് അത് പുറത്ത് പറഞ്ഞു. ഇപ്പൊ തന്നെ 4 വർഷം ആകുന്നത്, 3.5 വർഷം ആകുന്നു. ഇപ്പൊ മരുന്ന് വെക്കുന്നുണ്ട്. വ്യത്യാസമായി വരുന്നു. പക്ഷെ ആ സൈഡ് ആയതുകൊണ്ട് ഈ കാറ്റ് ഒന്നും കേറാനുള്ള ഒരു ഇതില്ല. അത് തന്നെയല്ല, കാലിന്റെ ഇതുള്ളതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്. അപ്പോ ചോദിക്കട്ടെ, അപ്പൊ ഈ കഥകൾ എത്ര നമുക്ക് മനസ്സിലായിട്ടുണ്ട്?
അപ്പൊ ഈ 4 വർഷമായിട്ട് മറ്റ് ജോലികൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് താങ്കളെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ലില്ല, പോയില്ല. കാരണം ഈ മലം പോയി കഴിഞ്ഞേ അറിയത്തുള്ളൂ. അത് ശരി. അതാണ് ഏറ്റവും വലിയൊരു മലം പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് അടുത്തൊക്കെ പണിക്ക് പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ഇത് ആഹാ. പോയി കഴിഞ്ഞേ അറിയത്തുള്ളൂ. അത് തന്നെയല്ല, ചിലപ്പം 5 ദിവസം കഴിഞ്ഞായിരിക്കും പോകുന്നത്, ചിലപ്പോൾ 6 ദിവസം കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ തുമ്മിയാലും ചിലപ്പോൾ ഒതിച്ചിരി അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് ആഹാ. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഫുൾ ടൈം അങ്ങനെ ഒരാൾ ഇവിടെ വേണം. ഫുൾ ടൈം വേണം. അതുപോലെ നമ്മൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, കുറച്ച് എഴുന്നേപ്പിച്ചിരുത്തണം. പിന്നെ ഞാൻ കുറെ മുറ്റത്ത് കൊണ്ടുപോകും. പിന്നെ എന്നെ ഒരു തിരുവല്ലയുള്ള ഒരു ചേച്ചി സഹായിച്ചു. എന്ന് പറഞ്ഞാൽ അവര് വെളിയില ഒരു സ്റ്റാൻഡിങ് വീൽ ചെയർ അവർ വാങ്ങിച്ചത് 3-4 പേര് കൂടി. ഒരു 1.5 ലക്ഷം രൂപ എടുത്തല്ലേ, 1,20,000. അപ്പൊ അതേ ഞാനിങ്ങനെ നിർത്തും. സന്തോഷം. ഏതാ, അപ്പം എന്നാലും നിർത്തിയാലേ നമ്മുടെ കാലിനൊരു ഇത് കിട്ടത്തുള്ളൂ, ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി നിർത്തും. പിന്നെ ഇവിടുത്തെ നാട്ടുകാര് അവരൊക്കെ നല്ല സഹായങ്ങളായിരുന്നു. ഒത്തിരിയും പേര് സഹായിച്ചു. പിന്നെ അത് വലിയൊരു കാര്യമായിരുന്നു. ഈ 4 വർഷത്തെ കാര്യമാണെങ്കിലും ഒരുപാട് വർഷങ്ങൾ കടന്നു പോയാലുള്ള തോന്നുന്നില്ല. അതെ അതെ, തീർച്ചയായിട്ടും. ഇല്ലേ? കാരണം നമ്മള് എനിക്ക് തോന്നുന്നത് പിന്നെ ഗിരീഷ് ജി ഒരു മാതൃകാ പുരുഷനാണ്. ഞാനത് നമ്മുടെ ഇൻട്രോയുടെ വീഡിയോ തന്നെ പറയുകയും ചെയ്തു. കാരണം ഒരു വൈഫ് ഇതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ സഹധർമ്മിണി ഇതുപോലെ വയ്യാതെ കിടക്കുമ്പോൾ ജീവിതകാലം മുഴുവനും നമ്മൾ ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു കടമ, ഒരു ഭർത്താവ് എന്ന നിലയിൽ നമ്മൾ അത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാർക്കും ഒരുപക്ഷെ പറ്റുന്ന വരികയില്ല. അതിനൊരു മാതൃകാ പുരുഷൻ തന്നെയാണ് ഗിരീഷ്. ഞാനിതിപ്പം മുന്നേ എത്തിക്കൊണ്ട് പറയുന്നെങ്കിലും അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ എന്തായാലും ഈ വീഡിയോ നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ. ഞാൻ താങ്കളുടെ നമ്പരോട് ഇതിൽ കൊടുക്കുന്നുണ്ടാവും. ഇത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ മോഹന സല്ലാപത്തിലും കൊടുക്കുന്നതായിരിക്കും. അപ്പം സന്മനസ്സുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കും, സഹായിക്കും. പിന്നെ അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ 4 വർഷത്തിന് ശേഷം പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഒരു വരുമാനം വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പുതിയ സംരംഭം തുടങ്ങിയത്. അത് പ്രേക്ഷകർ തീർച്ചയായിട്ടും ഏറ്റെടുക്കും. നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് അറിയാം. അത് ഞാൻ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞപ്പോ നമ്മുടെ കായംകുളത്തുള്ളൊരു കൊച്ച്, ഒരു ദീപ്തി എന്നാ. അപ്പൊ അതിനെ ഞാൻ വിളിച്ചു. അപ്പൊ ആ നമ്പർ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അതിനെ വിളിച്ചിട്ട് ഞാൻ അന്നേരം ചോദിച്ചു, മോളെ എങ്ങനെയാണ് കാര്യങ്ങള്, വൈഫിന് സുഖമില്ലാത്തതാണ്, അപ്പൊ എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ചേട്ടാ നല്ലൊരു പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞ ആദ്യം തുടക്കം നമുക്കൊരു ഇത് വേണമല്ലോ തുടങ്ങാനായിട്ട്. അപ്പൊ എന്നോട് അത് അവിടുന്ന് കായംകുളത്തുനിന്ന് അതിന്റെ സാധനങ്ങൾ കിട്ടിയ മുത്ത് ഇതെല്ലാം തുണികളെല്ലാം അവിടുന്ന് അത് പാക്ക് ചെയ്ത് എനിക്ക് തന്നു, കൊറിയറായിട്ട് അയച്ചു തന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് ചെയ്തു. പിന്നെ അങ്ങനെ ഇപ്പം കുറച്ചുകളെ ആയുള്ളൂ, 1.5 മാസമായിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട്. അങ്ങനെ അത്യാവശ്യം ഇതിന്റെ അതിന് വേണ്ടിയിട്ടുള്ള മുത്തുകളായാലും മറ്റ് സാമഗ്രികൾ വാങ്ങിക്കാനുള്ള വരുമാനമായി തുടങ്ങി. അതെ 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 അങ്ങനെയല്ലേ? പിന്നെ നമ്മുടെ ജീവിതമാർഗമായിട്ട് ഇപ്പൊ ഇപ്പോഴും ആയിട്ടില്ലെന്ന് ഇല്ല. കാരണം നമ്മളിതിപ്പോ തുടക്കക്കാരനല്ല. അപ്പം ഇതിനെയും ആൾക്കാർ അറിഞ്ഞു വരണം. ഏതാ ഇങ്ങനെ അറിഞ്ഞു വന്നാലേ നമുക്ക് മുന്നോട്ട്. അതന്നെ മരുന്ന് കാര്യങ്ങള്, ഏതാ ബെഡ്സോറുള്ള മരുന്ന് കാര്യങ്ങള്, NS അങ്ങനെയുള്ള എല്ലാം നമുക്ക് വാങ്ങിക്കണം. അപ്പം അതിനാണ് ഞാൻ ഇങ്ങനൊരു പരിപാടി കണ്ടെത്തിയത്. അപ്പം ഞാൻ അതിനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അത് എന്നെ വിളിച്ചു, ഇന്നും വിളിച്ചായിരുന്നു. എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു വിളിച്ച്. അപ്പൊ അത് മുഖാന്തരം ഒരു എന്ന് പറഞ്ഞാൽ നമ്മള് എന്നും ഒരാളോട് 10 രൂപ അല്ലെ 100 രൂപ എന്ന് ചോദിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്, ഇത് വെച്ചിട്ട് ഇച്ചിരി പൈസ തരാവോ എന്ന് വേണേ നമുക്ക് ചോദിക്കാം. പിന്നെ എന്താ പറയാ, ഇവിടുത്തെ നാട്ടുകാർ നല്ലൊരു സഹായിച്ചു. പിന്നെ പ്രത്യേകിച്ച് പറയാൻ ആ കൊച്ചാണ് ഏറ്റവും നല്ലൊരു. അതെ, കൂട്ടുകാരും അതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോലും നമ്മളെ വിളിച്ച് ഏതാ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അതെ. അങ്ങനെ ഇപ്പൊ എന്തായാലും ഈ മുറിക്കകത്തൂടൊന്നും നടക്കണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഏതാ അവനവന്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിന് എത്ര നാൾ പോകും, അതുവരെ മുന്നോട്ട് പോകും. കാരണം പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഗിരീഷ് ജിയും അദ്ദേഹത്തിന്റെ വൈഫ്, പേരെന്ന് പറഞ്ഞില്ല, വിനീത എന്നാണ് പേര്. ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ എഴുന്നേറ്റ് അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം അവരുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് പുതിയൊരു സംരംഭം തുടങ്ങിയത്. അപ്പോൾ ആ സംരംഭം വിജയിക്കണമെങ്കിൽ പ്രേക്ഷകരായിട്ടുള്ള സന്മനസ്സുള്ള നിങ്ങളെല്ലാവരും സഹായിക്കണം. അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് അവരെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സഹായിക്കണമെന്ന് മാത്രമേ ഇത് പറയാനുള്ളൂ. നമ്മുടെ നമ്പർ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പ്രൊഡക്റ്റ് ഒന്ന് കാണാം. തീർച്ചയായും. ഇതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രൊഡക്റ്റ്, അതായത് നെറ്റിപ്പട്ടം. സാധാരണ നമ്മുടെ പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോൾ കാണാറുണ്ട്, ചുവരിൽ ഇതുപോലെ നെറ്റിപ്പട്ടം, അല്ലേ? നെറ്റിപ്പട്ടം എന്നല്ലേ ഇതിന് ശരിക്കും പറയാം? മറ്റെന്തെങ്കിലും പേരുണ്ടോ? നെറ്റിപ്പട്ടം തന്നെ. അപ്പോൾ അതിന്റെ ഒരു നിർമ്മാണമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു തുടക്കമാണ് കേട്ടോ.
ഈ ഇവർ തുടങ്ങിയിട്ട് തന്നെ ഒരു മാസം 1.5 മാസം കൊണ്ടായിട്ടേ ഉള്ളൂ. അത് അദ്ദേഹം ഈ പറയുന്ന യൂട്യൂബിലും അങ്ങനെ ഫേസ്ബുക്കിലൂടെ കണ്ട് ഒരു ദീപ്തി എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ച് ആ മേഡമാണ് ഇതിങ്ങനെ ഇവരെ സത്യം പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്ത്. അതൊരു വലിയ നല്ല കാര്യമായിന്ന് അവർ തന്നെ പറയുന്നുണ്ട്. നമുക്കും അത് തോന്നുന്നു. ഇതിങ്ങനെയാണ് കണ്ടോ ഇതിൻ്റെ ഒരു ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? അതെ അതെ, പക്ഷേ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി മാറിയൊക്കെ പോയി കഴിഞ്ഞാൽ ആ മുത്ത് ചീത്തയാവും. ചീത്തയായി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഒരെണ്ണം നിർമ്മിക്കാൻ നമുക്ക് എത്ര സമയം എടുക്കും? എനിക്കിപ്പം നല്ല സമയം വേണം. കാരണം നമുക്ക് ഇതിന്റെ ഒരു ഐഡിയ ഒക്കെ കിട്ടി വരുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും 2-3 ദിവസം എടുക്കും എങ്ങനെയായാലും. പിന്നെ നൂലിന്റെ നല്ലൊരു പണിയായി അരങ്ങ് കെട്ടുക എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടുണ്ടല്ലേ? അത് ഏകദേശം പൂർണ്ണമായി. കുഞ്ചലം വേണം, പിന്നെ മേളില് 2 മുത്തുകളും. ഓക്കെ. ഇത് ഈ സൈഡിലെ നൂല് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി അതിനും സമയം എടുക്കും. അതെ 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 അതെ. ഈ മുത്ത് പറക്കി വെക്കാൻ തന്നെ 3 ദിവസം എടുക്കുമോ? അങ്ങനെയല്ല, പിന്നെ കൊച്ചിന്റെ കാര്യം കൂടെ നോക്കിയാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. ആ ഇടയ്ക്കിടയ്ക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പ്രാവശ്യം തിരിച്ചു കിടത്തണം. അപ്പം നമുക്ക് കിട്ടുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഇങ്ങനെ കിടക്കുന്ന ആള് ഇനിയും പൊട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ എപ്പോഴും തിരിച്ച് കിടത്തിയാലേ തന്നെ തിരിയാൻ പറ്റത്തില്ല. കാരണം അരയ്ക്ക് ഇത് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ തിരിയത്തില്ല. നമ്മൾ തിരിച്ച് കിടത്തണം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഫുൾ ടൈം കൊച്ചിന്റെ അടുത്ത് നിൽക്കാം. ഇവിടെ ഞാൻ കൊച്ചിന് പണ്ട് തൊട്ട് അങ്ങനെ വിളിക്കുന്നത് വൈഫ്. അപ്പൊ കൊച്ചിന്റെ അടുത്ത് നിൽക്കാം, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം മലം പോയി കഴിഞ്ഞല്ലേ അറിയത്തുള്ളൂ. ആ പുള്ളിക്കാർക്ക് അറിയത്തില്ല, ഈ സ്മെല്ല് വന്നു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. പക്ഷെ അതറിയത്തില്ല, അതിനുള്ള ഇതായിട്ടില്ല. എന്തായാലും ഇതൊരു നല്ലൊരു സംരംഭമാണ്. ഇത് വിജയിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുക കേട്ടോ. ഇത് കാണുന്നവര് ഞങ്ങളെ ഇത് വാങ്ങി സഹായിക്കണം, അതാണ് പറയാനുള്ളത്. നല്ല പ്രേക്ഷകര്, ഇത് കാണുന്ന പ്രേക്ഷകർ നമുക്ക് ഇത് വാങ്ങി ഞങ്ങൾ മരുന്ന് വാങ്ങിക്കാനും നമ്മുടെ മറ്റു കാര്യങ്ങൾ, പിന്നെ ഇവിടെ അമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും പിള്ളേരാണെങ്കിലും ചേട്ടനാണെങ്കിലും എല്ലാവരും നല്ല സഹകരണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇത് കാണുന്നവര് തീർച്ചയായിട്ടും വാങ്ങി ഞങ്ങളെ സഹായിക്കുക. തീർച്ചയായിട്ടും തുടക്കക്കാരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ആ ഒരു പ്രാർത്ഥനയോട് കൂടി നിർത്താം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് സന്മനസ്സുള്ള ആൾക്കാർ കാണും, ഇത് വാങ്ങിക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് പല വീടുകളിലും ഇപ്പൊ ഒരു ഘടകമായിട്ട് തന്നെ അലങ്കാര വസ്തുവായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ ഇത് ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ? ഓർഡർ ചെയ്താണോ? ഇത് ഓർഡർ. ഓക്കെ. ഇതൊരു ചെറിയ ഐറ്റംസ്. ഇതിന് അളവുണ്ടല്ലേ? ഇത് 1.5 അടി. ഒരു 1.5 അടി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഒരു ഫിനിഷിംഗ് ആകത്തുള്ളൂ. അതെ അതെ അതെ. ഇത് 2 അടിയുടെയാണ്. ഇത് 2 അടി. അത് 3 അടി. ഇത് 3 അടി. 3 അടി എന്ന് പറയാൻ നമ്മള് ഈ മുത്തിന്റെ വശമാണ് പറയുന്നത്. ഓ അത് ശരി. മുത്ത് മാത്രം, മുത്ത് ഫില്ലിംഗ് ഉള്ളത് അത് മാത്രം. ഈ മേളോട്ടുള്ളതും ഈ കുഞ്ചലം കൂടെ വരുമ്പോ ഏകദേശം ഒരു 4 അടിയോളം വരും. അതായത് ഈ താഴെ ഇങ്ങനെ ഇതാണ് കുഞ്ചലം എന്ന് പറയുന്നത്. ഇതാ കുഞ്ചലം. അപ്പൊ ഇവിടെ തൊട്ടുള്ള അളവാണ് നമ്മൾ പറയുന്നത്, 1.5 അടി. മുത്ത് മുതൽ താഴെ മുത്ത് വരെ. പിന്നെ ഇതും ഇവിടെ വരുമ്പോ എങ്ങനെ പോലെ ഒരു 2 അടി എന്തായാലും ആവും. യൂട്യൂബ് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ടായി. അതെ അതെ അതെ. ഒരു തൊഴിൽ പഠിക്കാൻ പറ്റി. അതെ അതെ അതെ. അതിനോടൊപ്പം ആ സന്മനസ്സുള്ള ഒരു ചേച്ചി ചേച്ചി ഒരു സഹായമായി എന്ന് വേണം. അതെ അതെ അതെ. അപ്പൊ എന്തായാലും അവരെ കൂടെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. പിന്നെ തീർച്ചയായിട്ടും അതെ, നമുക്കൊരു വഴി തെളിച്ചു തന്നതല്ലേ. നമ്മൾ ചോദിച്ചെങ്കിലും നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത്. എന്തായാലും ആ ഇടയ്ക്ക് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്ന സാഹചര്യം അല്ല, എന്നാലും ഇടയ്ക്ക് വിളിക്കും. അവരും ഇങ്ങനെ ചെയ്താണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്കെന്നാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ മോഹനസല്ലാപ്പിന്റെ എല്ലാ എന്താ പറയുക ആശംസകളും, അല്ലെങ്കിൽ ഈ സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. തീർച്ചയായിട്ടും. അതോടൊപ്പം ഇങ്ങനെ വന്നൊരു ഇത് ഷൂട്ട് ചെയ്തതിൽ ഒത്തിരി അഭിനന്ദനം അറിയിക്കുന്നു. താങ്ക് യു.